വീണ്ടും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPM. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങിയവ ഉപേക്ഷിച്ച് ദിവസവും അരമണിക്കൂർ പലസ്തീൻ ഐക്യദാർഢ്യത്തിനായി നീക്കിവെക്കണമെന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ആഹ്വാനം. വിവര സാങ്കേതിക മേഖലകളെ പിന്നോട്ടടിക്കുന്ന ഐക്യദാർഢ്യം രാജ്യത്തെ വിവിധ മേഖലയെ ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. നിങ്ങൾക്കറിയാം, ഇവിടെ ജന്തർ മന്ദറിൽ 5 ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് പുറമെ ഈ കാലഘട്ടത്തിൻ്റെ വിശേഷതകളും സാധ്യതകളും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 9:30 വരെ എല്ലാവരും അവരുടെ ഫോണുകൾ ഓഫാക്കി വെക്കുക, പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ച് വെക്കുക, ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഈ സമയം നിശ്ചലമായിരിക്കുക. ഈ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അവരെല്ലാം മനസ്സിലാക്കും ലോകത്ത് ധാരാളം മനുഷ്യർ പാലസ്തീനിൽ നടക്കുന്ന ഈ മഹാപാതകങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഒരു സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിലൂടെ കഴിയും എന്നാണ് കരുതുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇതിനോട് പരസ്യമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടിയിൽ, ഈ ഡിജിറ്റൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ആഹ്വാനം ചെയ്യാൻ CPIM-ന് കഴിഞ്ഞു എന്നുള്ളതിനകത്ത് CPIM-നൊരു ചാരിതാർത്ഥ്യമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, ഒരുപക്ഷെ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ ജനങ്ങളുടെ സൈബർ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമല്ലേ ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? വിഷ്ണു, എല്ലാ ദിവസവും രാത്രി 9 മുതൽ 9:30 നേരം വരെ ഈ അരമണിക്കൂർ നേരം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് MA ബേബി അല്ലെങ്കിൽ CPM മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അതായത് മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ കമ്പ്യൂട്ടറുകളോ ഇതെല്ലാം പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്യണം. ഇതെല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ച ഒരു അരമണിക്കൂർ നേരം, അതാണ് ഈ പലസ്തീനുള്ള ഐക്യദാർഢ്യം എന്നുള്ളതാണ് പ്രധാനമായും MA ബേബി സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലോകമാകെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നു. രാജ്യത്തും വലിയ ഡിജിറ്റൽ വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ഡിജിറ്റലൈസേഷൻ നടപ്പാക്കി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ അരമണിക്കൂർ നേരം ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ മൊബൈൽ അടക്കമുള്ളവ ഉപയോഗിക്കരുത് എന്നുള്ളത് സ്വാഭാവികമായും പുരോഗമന വിരുദ്ധ സമര മുറയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, കേരളത്തെ IT ഹബ്ബായി കൊണ്ടുവരുവാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാദങ്ങൾ. അതേ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM-ആണ് അരമണിക്കൂർ നേരം മൊബൈലും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒന്നും ഉപയോഗിക്കരുത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും ഇത് രണ്ടും യോജിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യം തർക്കമില്ല. ട്രാക്ടറിനും കമ്പ്യൂട്ടറിനുമെതിരെ CPM നടത്തിയ സമരങ്ങൾ അത് തെറ്റായിരുന്നു എന്നുള്ളത് കാലം തെളിയിച്ചു. സമാനമായ രീതിയിൽ ഇപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഇത്തരം സമരമുറ അത് തെറ്റാണ് എന്നുള്ളത് കാലം തെളിയിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിഷ്ണു, നന്ദനൊപ്പം എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതം ഉൾപ്പെടെ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ സൈബർ രംഗത്ത് വളരെയധികം വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. ഒരുപക്ഷെ ഇത്തരം ഒരു ആഹ്വാനം തന്നെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമായി തന്നെയാണ് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ മേഖലയെ ബാധിച്ചേക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, രാജ്യത്ത് CPM-ന് അണികളുടെ അല്ലെങ്കിൽ CPM ഇത്തരമൊരു സമരത്തിന് ആഹ്വാനം ചെയ്താൽ അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം അതിനെ വിലമതിക്കുന്ന ആൾക്കാരുണ്ട് എന്നതിനപ്പുറത്തേക്ക് രാജ്യത്ത് കാര്യമായി ഇത്തരം അല്ലെങ്കിൽ ഈ പ്രതിഷേധം കൊണ്ട് ഇല്ലെങ്കിൽ IT മേഖലയ്ക്കൊന്നും കാര്യമായൊരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയം തന്നെ ഈ കേരളം, നമുക്കറിയാം, കേരളം IT ഹബ്ബായി മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുള്ള വാദമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ നിരവധി IT കമ്പനികൾ വർക്ക് ചെയ്യുന്നു, അവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഇതിലൂടെ ഉണ്ടായി എന്ന് വാദിക്കുന്ന CPM തന്നെ ഈ അരമണിക്കൂർ നേരം ഒരു ഡിജിറ്റൽ സത്യാഗ്രഹം എന്നുള്ളതാണ് അവരുടെ പദപ്രയോഗം. ആ സത്യാഗ്രഹത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം മുന്നോട്ടുള്ള ഒരു കുതിച്ചുചാട്ടം അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള പ്രയാണത്തിന് അതിന് തടസ്സം നിൽക്കുന്ന പ്രവൃത്തിയാണ് CPM-ൻ്റെ ഭാഗം.
നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യമായ അല്ലെങ്കിൽ IT കമ്പനികൾ ഇപ്പോൾ CPM മുന്നോട്ട് വെക്കുന്നത് മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികൾക്ക് ഇതൊരു വലിയ ആഘാതമാകും. അവർ തിരിച്ചറിയണം ഈ പാലസ്തീൻ ഐക്യദാർഢ്യം എന്നുള്ളതാണ് MA ബേബി സൂചിപ്പിച്ചത്. ഏതായാലും അത്തരം മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികൾക്ക് CPMൻ്റെ ഈ നിർദ്ദേശമോ ആഹ്വാനമോ കൊണ്ട് യാതൊരുവിധ ക്ഷീണവും ഉണ്ടാകില്ല. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ IT മേഖലയിലേക്കുള്ള അല്ലെങ്കിൽ IT കുതിച്ചുചാട്ടത്തിന് തിരിച്ചടിയാകില്ല എങ്കിൽ പോലും ഇത്തരം നിർദ്ദേശങ്ങൾ CPM പോലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ പുരോഗമന ആശയത്തെ പിന്നോട്ട് വലിക്കുന്നതാണ്, പിന്നോട്ടടിക്കുന്നതാണ്, അല്ലെങ്കിൽ തിരിഞ്ഞടിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിലാണ് തർക്കവും ആശങ്കയും നിലനിൽക്കുന്നത്.